ഹലോ ഫ്രണ്ട്സ്, ഇന്നെല്ലാവരും തിരുവാതിരക്ക് നോമ്പ് നോറ്റ് അമ്പലത്തിലൊക്കെ പോയില്ലേ? ഞാനും അമ്പലത്തിലൊക്കെ പോയി പ്രസാദമൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടോ. തിരുവാതിരയ്ക്ക് ഒഴിച്ചു കൂടാനാവാത്തതാണ് നമ്മളെ കൂവരക്. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് കൂവപ്പൊടി. ഇത് നാടൻ കൂവപ്പൊടി കേട്ടോ. പണ്ടൊക്കെ പറമ്പിൽ നിറയെ കൂവച്ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാലമൊക്കെ ആകുമ്പോഴേക്കും ആ കൂവച്ചെടിയൊക്കെ കിളച്ച് അതിൻ്റെ കിഴങ്ങൊക്കെ എടുത്ത് എൻ്റെ അമ്മമ്മയും അച്ഛനൊക്കെ ഉരലിലൊക്കെ ഇടിക്കണ ഓർമ്മ ഇപ്പോഴും ഉണ്ട് എനിക്ക്. എന്നിട്ട് ആ ഇടിച്ചെടുത്തത് ഒരു തുണി വെച്ചിട്ടാണ് അരിച്ചെടുക്കുക. എന്നിട്ടത് കുറച്ച് നേരം ഇങ്ങനെ അനക്കാതെ വെക്കും. അപ്പോൾ ആ പൊടികളൊക്കെ അടിയിൽ ഇങ്ങനെ ഊറിക്കിടക്കും കേട്ടോ. അങ്ങനെ പിന്നെയും വെള്ളമൊഴിക്കും, കലക്കും. അപ്പോൾ പൊടി ഇങ്ങനെ ഊറിക്കിടക്കും. അങ്ങനെ ആ മുകളിൽ തെളിഞ്ഞ് കിടക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതിങ്ങനെ ഊറ്റിക്കളയും. അങ്ങനെ കുറേ പ്രാവശ്യം ഊറ്റിക്കളഞ്ഞിട്ട് അതിൻ്റെ കട്ടൊക്കെ കളഞ്ഞിട്ടാണ് വെയിലത്ത് ഉണക്കി വയ്ക്കും. അങ്ങനെയാണ് ഇങ്ങനത്തെ പൊടി കിട്ടണത്. അതിലൊന്നും ഒരു മായവും ഉണ്ടാവില്ല. ഇപ്പം വാങ്ങുന്ന ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കലക്കിയിട്ടൊക്കെ ചേർത്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന പൊടിക്ക് അതിൻ്റേതായ ഗുണങ്ങൾ നല്ലോണം ഉണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ കൂവപ്പൊടി വേണം, പിന്നെ കുറച്ച് നാളികേരം ചിരകിയത് വേണം, പിന്നെ ഈ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഈ പഴം നമ്മൾ നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വയ്ക്കണം. അപ്പോൾ അതേമാതിരി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര. ആദ്യം തന്നെ നമുക്ക് പാത്രത്തിലേക്ക് കൂവ ഇട്ട് കൊടുക്കാം, കൂവപ്പൊടി. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം, ഒരു 2-3 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചോളൂ കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞാൽ നല്ലോണം കുറുകും. പിന്നെ നല്ലോണം ഇളക്കിയിട്ട് ആ പൊടി മുഴുവൻ ഈ വെള്ളത്തിൽ അലിഞ്ഞ് ചേരണം, ആ നല്ലോണം. അപ്പം കണ്ടില്ല, ഇപ്പോൾ ഒരു കട്ട അല്ലേ, അതൊക്കെ പോകണം കേട്ടോ. എന്നിട്ട് മാത്രമേ നമ്മൾ അടുപ്പത്തേക്ക് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നല്ല പൊടിയൊക്കെ നല്ലോണം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തീ കത്തിച്ചിട്ട് അതിലേക്ക് വെക്കുകയാണേ. ഇനി നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒന്ന് കൈ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊടി പെട്ടെന്ന് ഇങ്ങോട്ട് അടിയിലേക്ക് ഊറിപ്പോവും. അപ്പം നമ്മൾ അടി കരിയാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പം ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. അങ്ങനെ കുറേ ഇളക്കി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഈ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ശർക്കര അലിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ പഴം ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ പഴം ഇട്ടെടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് നാളികേരം ഇട്ട് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാതും കൂടി നല്ലോണം സ്മൂത്തായിട്ട് അതിൽ അലിഞ്ഞ് ചേരണം. ഈ പഴവും നാളികേരമൊക്കെ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ കയ്യിൽ ഇളക്കാതെ വെക്കില്ലേ, ആ സമയത്ത് സ്റ്റവ് സിമ്മിലാക്കണേ, അത് മറക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ പ്രയത്നത്തിന് ശേഷം നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകാദശിക്ക് മാത്രമല്ല, അല്ലാത്ത സമയത്ത് ഇതുപോലെ കുറുക്കി ഉണ്ടാക്കി കുടിക്കണേ നമുക്ക് ഈ മൂത്രാശയ രോഗങ്ങൾക്കൊക്കെ നല്ലതാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂട്ടത്തിൽ ആ കുഞ്ഞ് ബെല്ലിനെ മറക്കണ്ട. അപ്പോൾ ശരി, ബൈ.